ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ തന്നെ വീഡിയോ ചെയ്തപ്പോൾ പലരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ വർഷം നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇപ്പോഴും അതുപോലത്തെ കുറേ അക്കൗണ്ട് നമ്മുടെ ഗെയിമിലുണ്ട്. സോ നിങ്ങൾ കണ്ടെന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് പ്രത്യേകത എന്താണ്? ലെവൽ 1 ആണ്. ബട്ട് ലൈക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം 42,475 ലൈക്ക്. ബുയാ പാസോ അല്ല അങ്ങനത്തെ എൽ പാസോ കാര്യങ്ങളൊന്നും തന്നെ എടുത്തിട്ടില്ല. പിന്നെ എത്രത്തോളം മാച്ച് കളിച്ചിട്ടുണ്ടെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം 0 മാച്ചസ് ആണ് ടോട്ടൽ കളിച്ചിട്ടുള്ളത്. സമയം രാത്രി 2 മണി. വെറുതെ ഗെയിമും കാലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. അതായത് കഴിഞ്ഞ വർഷം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേതമുള്ള ഫ്രീ ഫയർ അക്കൗണ്ടുകൾ. അതുപോലത്തെ അക്കൗണ്ട് 2026 ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. അതായത് പ്രേതം കയറി കൂടിയ ഫ്രീ ഫയർ അക്കൗണ്ടുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അക്കൗണ്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ കുറേയധികം അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഇതുപോലത്തെ അക്കൗണ്ടുകൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു അക്കൗണ്ടിങ് കാണലൊക്കെയാണ്. ഏകദേശം 92 51 55 0 ആണ് ഈ ഒരു അക്കൗണ്ട് ഐഡിയും കാണലൊക്കെ വരുന്നത്. പേരും കാണലൊക്കെ ഐ വിൽ കിൽ യു എന്നാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. ഇതെല്ലാം പോട്ടെന്ന് വെക്കാം. ആ ലൈക്കിന്റെ സെക്ഷനോട് ഇടുന്ന സമയത്താണ് ഏകദേശം 15,438 ലൈക്ക് ആയിട്ടുണ്ട്. ഞാനും കൂടെ ലൈക്ക് ചെയ്തപ്പോൾ എന്നെ കൂടെ ലൈക്ക് ഉള്ളതുകൊണ്ടാണ് 38 ആയത്. എന്നാലും ഈ ഇത്രയും ലെവൽ വെച്ചിട്ട് അതും ഒരു ഗെയിം പോലും കളിക്കാതെ എങ്ങനെ ഇത്രത്തോളം ലൈക്ക് നേടി? ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് ശരിക്കും ഒരു പ്രേതം കയറിയ അക്കൗണ്ട് ആയിരിക്കുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് താഴെ കമന്റ് ചെയ്തായിരിക്കുക. നമ്മൾ അടുത്തൊരു അക്കൗണ്ടിലൂടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ അടുത്തൊരു അക്കൗണ്ട് എന്ന് പറയുന്നത്. ഏകദേശം 89 കൂട്ടിയാണ് അതിൻ്റെ ഐഡിയങ്ങളൊക്കെ തുടങ്ങുന്നത്. ഓക്കെ, എന്നാൽ ബിസ്വ എന്നൊക്കെയാണ് പേര് നിങ്ങൾക്ക് വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഐഡിയങ്ങളൊക്കെ എടുത്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഐഡിയങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, ലെവൽ 1 38,000 ലൈക്ക്. അതുപോലെ തന്നെ ഇത് ബണ്ടില. പിന്നെ ലെവൽ പാസ് ഒക്കെ നോക്കുന്ന സമയത്ത് വലിയ രീതിയൊന്നും എടുത്തിട്ടില്ലല്ലേ, അത്യാവശ്യം കുഴപ്പമില്ല. ലെവൽ 1 38,000 ലൈക്ക്. കഴിഞ്ഞോടെ നമ്മൾ കണ്ടത് ഏകദേശം 15,000 ലൈക്ക് അല്ലേ? ഈ വട്ടം അത് ലെവൽ 1 38,000 ലൈക്ക് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നോക്കി പ്രൊഫൈലും കൂടെ എടുത്ത് നോക്കാം. വലിയ കളിക്കാരനൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എടുത്ത് നോക്കിയപ്പോഴാണ് കാണാൻ സാധിച്ചത് ലിറ്ററലി 0 മാച്ചസ് ഗൈസ്. ആകെ കൂടെ ഉള്ളത് നമ്മുടെ സ്ക്വാഡിൽ ഏകദേശം 28ഓളം ഗെയിംസ് കളിച്ചിട്ടുണ്ട്. അത് കൂടാതെ വേറൊരൊറ്റ ഗെയിം പോലും അദ്ദേഹം കളിച്ചിട്ടില്ല മര്യാദ. അപ്പോൾ ഈ അക്കൗണ്ടിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ താഴെ കമന്റ് ചെയ്യുക. ലെവൽ 1 ഇത്രത്തോളം ലൈക്കും ഇത്രത്തോളം ടോപ്പുകളൊക്കെ ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും എന്ന് കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കമന്റിങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പിന്നെ നിങ്ങൾ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഇതുവരെ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു GM മഹാസിന്റെ അക്കൗണ്ടിങ്ങാളൊക്കെയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഐഡിയിൽ നിന്ന് തന്നെ തുടങ്ങും. ഏകദേശം 8 ചേരുന്നതാണ് ഇതിന്റെ ഐഡി എന്ന് പറയുന്നത്. അതായത് 1 അതിനുശേഷം നമ്മൾ ലൈക്കിന്റെ ഒരു സെക്ഷനിലോട്ട് പോകുന്ന സമയത്താണ് നമ്മൾ വീണ്ടും ഞെട്ടാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. ഏകദേശം 21 ലക്ഷം ലൈക്ക്, അതും 68 ലെവലുള്ള ഒരു അക്കൗണ്ടിനകത്ത്. ഇതെങ്ങനെ സാധനം? എത്രത്തോളം ലൈക്ക് വരണമെങ്കിൽ തന്നെ എത്രത്തോളം കാലം കളിക്കണം? ഇതാണെങ്കിൽ 8 വർഷത്തോളം കളിക്കുന്നുണ്ട്, ബട്ട് 68 ലെവലേ ഉള്ളൂ. എന്നിട്ട് പോലും ഇത്രത്തോളം ലൈക്ക് എങ്ങനെ കിട്ടും? ഒരു സാധാരണ പ്ലെയറിന് ഇത്രത്തോളം കളിച്ച് ഇത്രത്തോളം ലൈക്ക് കിട്ടുമായിരിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. അങ്ങനെ നമ്മൾ ഇത്രത്തോളം അക്കൗണ്ടുകളൊക്കെ നോക്കി വന്ന സമയത്താണ് നമ്മൾ വേറൊരു അക്കൗണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ ഒരു അക്കൗണ്ടിനകത്ത് ലൈക്ക് കൂടുതലോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെയല്ല വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത്. ഈ ഒരു അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ആക്കാനേ പറ്റത്തില്ല. ബട്ട് ഇതുപോലത്തെ ഒരു അക്കൗണ്ട് നമ്മുടെ സെർവറിലുണ്ട് താനും. അതെന്താണ് അങ്ങനെ എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയത്. സോ അക്കൗണ്ട് ഏതാണെന്ന് നമ്മൾ കാണിക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓണാക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏത് അക്കൗണ്ടെന്ന് പറയാം. അപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ അക്കൗണ്ടിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. കഴിഞ്ഞ വട്ടം കുറേ 1 ചേരുമ്പോഴാണെങ്കിൽ ഈ വട്ടം എന്ന് പറയുന്നത് ഈ ഒരു ഐ ഡി കുറേ 5 ചേരുമ്പോഴാണ്. ഈ അക്കൗണ്ട് നോക്കുക, ഏകദേശം 27 ലെവലാണ് ഉള്ളത്. അതുപോലെ തന്നെ ലൈക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം 1,26,000 സംതിങ് ലൈക്കാണ് വരുന്നതെന്ന് പറയുന്നത്. ബട്ട് ഈ ഒരു അക്കൗണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആക്കാനും പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കും? നമ്മൾ കുറേ വട്ടം ശ്രമിച്ചു നോക്കി, നമ്മൾ രണ്ടാമത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് പോലും നമുക്ക് ഇതുപോലെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇട്ടിരിക്കുന്ന ക്യാരക്ടറോ ഡ്രസ്സോ ബണ്ടിലോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ 27 ലെവലുള്ള അക്കൗണ്ടിനകത്ത് ഏകദേശം 1,26,000 സംതിങ് ലൈക്ക് വരണമെങ്കിൽ തന്നെ എന്തോ ഒരു അക്കൗണ്ടിനകത്ത് ഇതുവരെ അക്കൗണ്ട് എടുത്ത് നോക്കിയവർക്കെല്ലാം കാണിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു വേറൊരു അക്കൗണ്ടിൽ നിന്ന് എടുത്ത് നോക്കുന്ന സമയത്തും ഈ ഒരു ഐഡി നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. എന്തായാലും നിങ്ങൾ തന്നെ ഗെയിമിൽ പോയിട്ട് ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് താഴെ കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. ഇതാണ് നമ്മുടെ അടുത്തൊരു അക്കൗണ്ട് എന്ന് പറയുന്നത്
പൈറേറ്റ് ബെസ്റ്റ് അങ്ങനെയാണ് അക്കൗണ്ടിൻ്റെ പേരുകളൊക്കെ വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊഫൈലിങ്ങളൊക്കെ എടുത്ത് നോക്കാം. പ്രൊഫൈലിങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാഴ്ച കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത്, അതായത് സുഹൃത്തുക്കളെ ഇവിടെ ലൈക്ക് കൂടി നിൽക്കുകയാണ്. അതായത് ലെവൽ 1 ഇത്രയും കാലം നമ്മൾ കണ്ടത് ലെവൽ 2 ലെവൽ 3 ആണെങ്കിൽ ഇത് ലെവൽ 1 നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇത്രത്തോളം ലൈക്ക്, അത് 42,475 ലൈക്ക്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് വലിയ രീതിയിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. പിന്നെ നമുക്ക് കളിച്ച മാച്ചൊക്കെ പോയി നോക്കുന്ന സമയത്ത് ഒറ്റ മാച്ച് പോലും കളിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെ ഇത്രത്തോളം ലൈക്ക് കിട്ടുന്നു? ഇതാണെങ്കിൽ നമ്മൾ കളിച്ചാൽ പോലും നമുക്ക് ഇത്രത്തോളം ലൈക്ക് കിട്ടാൻ പോകുന്നില്ല, അത് ഈ സമയത്തിനുള്ളിൽ തന്നെ. പിന്നെ ലെവൽ 1 ഇത്രത്തോളം ലൈക്ക് വരണമെങ്കിൽ ഇവൻ ആരുടെ ഡിങ്കന്റെ മോനാ. ഇതാണ് നമ്മുടെ അടുത്ത അക്കൗണ്ട് എന്ന് പറയുന്നത്. FG ഹാൾസ് എന്നൊക്കെയാണ് പേരുകളൊക്കെ വരുന്നതെന്ന് പറയുന്നത്. അക്കൗണ്ടുകളൊക്കെ നമുക്ക് ജസ്റ്റ് എടുത്ത് നോക്കാം. അക്കൗണ്ടുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു അത്യാവശ്യം ടോപ്പുകളൊക്കെ ചെയ്യുന്ന അക്കൗണ്ടാണെന്ന് പറയാം. ഈ ഫയർ പാസിൻ്റെ ആ ഒരു സ്ഥലത്തോട്ട് വരുന്ന സമയത്താണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് തുടക്കം തൊട്ടുള്ള എല്ലാ ലൈഫ് പാസും പുള്ളിക്കാരൻ മേടിച്ചിട്ടുണ്ട്. ലിറ്ററലി എല്ലാ ലൈഫ് പാസും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രത്തോളം കാലം എല്ലാ ലൈഫ് പാസും വാങ്ങിക്കൂട്ടി അതും ടോപ്പ് ചെയ്ത് കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് 1000 തൊട്ടുള്ള ഇപ്പോൾ വരെയുള്ള എല്ലാ ലൈഫ് പാസും വാങ്ങിക്കുന്ന ഒരു പ്ലെയർ നമ്മുടെ ഗെയിമിൽ കാണുമോ? സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് നമ്മുടെ ഈ ഒരു ഗോസ്റ്റ് അക്കൗണ്ട് കൂടി ഉൾപ്പെടുത്താൻ കാരണമെന്ന് പറയുന്നത്. അതായത് ഇപ്പം പലരും കളികളൊക്കെ നിർത്തി പോയിട്ട് കാലങ്ങളായി, എന്നിട്ട് പോലും ഇപ്പോഴും കളിക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ് ഇതെന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു അക്കൗണ്ട് നമ്മുടെ സ്ട്രേഞ്ച് അക്കൗണ്ട് കൂടി ഉൾപ്പെടുത്താൻ കാരണമെന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ലിസ്റ്റിലെ അടുത്തൊരു അക്കൗണ്ട് എന്ന് പറയുന്നത്. ടെക്നിക്കൽ AKO അങ്ങനെയാണ് പേരുകളൊക്കെ വരുന്നതെന്ന് പറയുന്നത്. 44 ലെവലാണ് ഉള്ളതെന്ന് പറയുന്നത്. സോ ഈ ഒരു അക്കൗണ്ട് പ്രത്യേകത എന്ന് പറയുന്നത് ലൈക്ക് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ അക്കൗണ്ടിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഫയർ പാസ്. അതായത് ഫ്രീ ഫയർ 1000 തൊട്ട് കളിക്കുന്ന പ്ലേയേഴ്സിന് അറിയാം ഈ ഒരു LL പാസ് എത്രത്തോളം പ്രധാനമുള്ള കാര്യമായിരുന്നു ഒരു കാലത്ത് ഫ്രീ ഫയർ എന്ന്. ഇപ്പോഴും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. ഓക്കെ, അതായത് തുടക്കത്തിലെ ഫയർ പാസ് എടുത്തിട്ട് പുള്ളിക്കാരൻ്റെ അക്കൗണ്ടാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ബട്ട് പുള്ളിക്കാരൻ ഇപ്പോൾ ആക്റ്റീവായിട്ട് കളിക്കാറില്ല എന്ന് നമുക്ക് അക്കൗണ്ട് കാണുമ്പോൾ മനസ്സിലാവും. എങ്കിൽ പോലും 7000 സംതിങ് ലൈക്ക് 44 ലെവലാണ് ഉള്ളതെന്ന് പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ആ ഒരു കയറിയ സമയത്ത് പുള്ളിക്കാരൻ കളിച്ചിട്ടുള്ളതാണ്. നമ്മൾ ചില ലാസ്റ്റിൽ താഴെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. ഇതാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. GM ഗട്ടു എന്നാണ് പേരുകളൊക്കെ വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ അക്കൗണ്ടിൻ്റെ പ്രൊഫൈലുകളൊക്കെ എടുത്ത് നോക്കാം. ഓക്കെ, ഏകദേശം 201K. അപ്പോൾ 200K എന്ന് പറയുമ്പോൾ 2 ലക്ഷം, ഏകദേശം 2 ലക്ഷത്തോളമാണ് ഇതിൻ്റെ ലൈക്കിങ്ങളൊക്കെ വരുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലെവലിങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് 68 ലെവൽ. ഇവിടെ ഒക്കെ കാണുമ്പോൾ നമുക്ക് വലിയ രീതിയൊന്നും തോന്നത്തില്ല. ബട്ട് ആ ലൈക്കിൻ്റെ സെക്ഷൻ കാണുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് ഡൗട്ടുകളൊക്കെ അടിക്കാൻ തുടങ്ങുന്നത്. പിന്നെ നമ്മൾ ആ ഒരു എലൈപ്പാസിൻ്റെ സെക്ഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഡൗട്ടുകളൊക്കെ പൂർണ്ണമാവും. അതായത് മിക്ക ലൈപ്പാസ്, അതായത് ഫ്രീ ഫയർ വന്നിട്ടുള്ള മിക്ക ലൈപ്പാസും ഈ ഒരു അക്കൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഫ്രീ ഫയർ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ലൈപ്പാസും എടുത്തിട്ടുള്ള ഒരു അക്കൗണ്ടാണ് നിങ്ങൾ ഈ കാണുന്നതെന്ന് പറയുന്നത്. സോ പുള്ളിക്കാരൻ ഒരു യൂട്യൂബർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുപോലത്തെ കുറേയധികം അക്കൗണ്ട് നമ്മുടെ ഗെയിമിൽ ഇനിയും നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലത്തെ കുറേയധികം അക്കൗണ്ടുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ. അപ്പോൾ അടുത്തൊരു കിളം വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൊണ്ടൊന്ന് ഓൺ ആക്കി വെച്ചേക്കുക. അപ്പം ബൈ.